മറ്റൊരു വാർത്തയിലേക്ക്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യും. ശനിയാഴ്ച ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. പ്രതികളുടെ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേരുള്ളതായാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. കെ ആർ സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. കെ ആർ സാജു, രാഹുലിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ രാഹുലിന് കുരുക്ക് മുറുകുകയല്ലേ ചെയ്യുന്നത്? ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഏത് തലത്തിലാണുള്ളത്? ക്രൈംബ്രാഞ്ച് എന്തെങ്കിലും കണ്ടെത്തലിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. നേരത്തെ ഈ കേസ് മ്യൂസിയം പോലീസ് അന്വേഷിച്ചിരുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്തതാണ്. അന്ന് പ്രത്യേകിച്ച് തെളിവൊന്നും ലഭിക്കാത്തതിനാൽ രാഹുൽ മാങ്കൂട്ടത്തെ പ്രതി ചേർത്തിരുന്നില്ല. എന്നാൽ പിന്നീട് ഈ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. രാഹുലിന്റെ വിശ്വസ്തരായ 4 പേരടക്കം കേസിൽ അറസ്റ്റിലായിരുന്നു. ഇതിൽ 3-ാം പ്രതിയായ അഭിനന്ദ് വിക്രമിന്റെ ഫോണിൽ നിന്നും വാട്സപ്പ് ചാറ്റുകളും മറ്റും റിട്രൈവ് ചെയ്തെടുത്തു. അങ്ങനെ റിട്രൈവ് ചെയ്തെടുത്തതിലാണ് രാഹുലിന്റെ പേര് പരാമർശിക്കുന്ന ഒരു ശബ്ദരേഖയുള്ളത്. അത് വ്യാജ ID കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരാമർശങ്ങൾക്കിടയിലാണ് രാഹുലിന്റെ പേര് കൂടി പരാമർശിക്കപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം യൂണിറ്റ് തീരുമാനമെടുത്തിരിക്കുന്നത്. ശനിയാഴ്ച ക്രൈംബ്രാഞ്ചിന്റെ തിരുവനന്തപുരം യൂണിറ്റിൽ എത്താനായി നോട്ടീസ് നൽകിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. രാഹുൽ ഹാജരാകുകയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചതായുള്ള പരാതികൾ ഉയർന്നു വന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് എന്നുകൂടി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതിനെ തുടർന്നായിരുന്നു ഒരു 4 അറസ്റ്റുകൾ നടന്നിരുന്നത്. അതിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ ID കാർഡ് നിർമ്മിച്ച ആള് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്ന ആളാണ് അഭിനന്ദ് വിക്രം. ആ അഭിനന്ദ് വിക്രമിന്റെ ഫോണിലെ വാട്സപ്പ് ചാറ്റുകളും മറ്റുമാണ് പിന്നീട് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടു കൂടി വീണ്ടെടുത്തിരിക്കുന്നത്. അതിലാണ് രാഹുലിന്റെ പേര് പരാമർശിക്കുന്ന ശബ്ദരേഖ ഉള്ളത്. ഇത് രാഹുലിന് കുരുക്കാവുമോ എന്നതൊക്കെ നമുക്ക് ചോദ്യം ചെയ്യലിന് ശേഷം മാത്രം വ്യക്തമാവേണ്ടതാണ്. ക്രൈംബ്രാഞ്ച് അടുത്ത നടപടികളിലേക്ക് കടക്കുമ്പോൾ മാത്രമേ നമുക്ക് വിശദീകരിക്കാൻ പറ്റൂ ഇതിനകത്ത് നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന തെളിവുകൾ ലഭിക്കുമോ എന്നുള്ള കാര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം വിധേയമാക്കിയിരുന്നു. അതിൽ നിന്നെല്ലാം വ്യാജമായ ID കാർഡ് നിർമ്മിച്ചു എന്ന കാര്യം ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചു എന്ന കാര്യത്തിലേക്ക് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇതുവരെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പങ്കാളിത്തം എത്രത്തോളം എന്നത് രാഹുൽ മാങ്കൂട്ടത്തെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അജി.